സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ബ്ലെസ്സഡ് ആർ ദ പീസ് മേക്കേഴ്സ്. സമാധാനം. എപ്പം നമ്മൾ ദൈവത്തെ കാണുന്നുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ആദ്യം പറയുന്നത്, ദൈവദൂതന്മാരും പറയുന്നത്, ഭയപ്പെടണ്ട, ഞാൻ എൻ്റെ കൂടെ, ഭയപ്പെടണ്ട. കാരണം നമുക്കെല്ലാം ഭയമാണ്. അപ്പോൾ ഈ ബിയാറ്റിറ്റ്യൂഡിനകത്തുള്ള വാക്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും എടുക്കുന്നത്. നമ്മൾ ആത്മാവിൽ ദരിദ്രരായ ആദ്യത്തെ ഫൗണ്ടേഷനിലാണ് ബാക്കിയെല്ലാം ഞാൻ പണിയുന്നത്. പല വീടുകൾ പണിയാൻ തക്കവണ്ണം ദൈവകൃപ തരികയാണ്. നമ്മൾ വീട് പണിയുന്നവർ അതും ചെറിയ സാധാരണ സാധനം കൊണ്ടല്ല, നമ്മൾ പ്രഷ്യസ് മെറ്റൽസ് കൊണ്ട്. കല്ലുകളെക്കുറിച്ച് വേറൊരു ദിവസം ക്ലാസ് എടുക്കുന്നതായിരിക്കും. നമ്മൾ സാധാരണ കാണുന്ന സാധനങ്ങൾ കൊണ്ടല്ല ഇനി പണിയുന്നത്. ഇത് സ്വർഗരാജ്യത്തിൻ്റെ പണിയാണ്. ഇത് നിത്യരക്ഷ കിട്ടിയ മക്കൾക്ക് വേണ്ടിയുള്ള പണിയലാണ്. ഇത് ആകാശവും ഭൂമിയും ഭൂതലവും സൃഷ്ടിച്ച ദൈവം സ്വർഗം പണിതിരിക്കുന്ന അതേ മെറ്റീരിയൽസ് കൊണ്ട് ഇവിടെ പണിയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഉണ്ടെന്നേ, ഇതെല്ലാം ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വീട് പണിയാൻ നേരത്തെ ഇവിടെ ഒരു സ്വർഗത്തിൽ നിന്ന് സാധനം കൊണ്ടുവരണം ഇല്ല, ഇവിടെയൊക്കെ തന്നെ ചുറ്റുപാടുമുണ്ട്. എല്ലാ പ്രഷ്യസ് മെറ്റൽസും ഇവിടെയൊക്കെ തന്നെയുണ്ട്. ഈ കല്ലുകളെന്ന് പറയുമ്പം ഈ നവരത്നത്തിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിക്കാനിടയിൽ. നവരത്നം എന്ന് പറയുമ്പോൾ 9 രത്നങ്ങളാണ്, വേദപുസ്തകത്തിലുള്ളതാണ്. ക്രിസ്ത്യൻസ് അല്ല മോതിരമായിട്ടിടുന്നത്, സാധാരണ മറ്റു വിശ്വാസികളത് മോതിരമായിട്ടിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കതിനെക്കുറിച്ചറിയാം. നമുക്ക് ഈ സ്വർഗമുണ്ടാക്കിയിരിക്കുന്ന സിംഹാസനത്തിൽ ഇതെല്ലാം ഉണ്ടെന്നുള്ള സത്യം പോലും അറിഞ്ഞുകൂടാ. വെളിപ്പാടിന് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ദൈവം തൻ്റെ വിശുദ്ധ ഭവനം പോലും രത്നങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ക്രിസ്ത്യാനിക്ക് ഇതൊന്നും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് ഇവിടെയൊക്കെ തന്നെയുണ്ട്. വാങ്ങിക്കേണ്ടിയവർ വാങ്ങിച്ചെടുക്കുക. പ്രഷ്യസ് സ്റ്റോൺസ് കൊണ്ട് ഭവനം ഉണ്ടാക്കാൻ, അതായത് എന്നേക്കും നിലനിൽക്കുന്ന സ്വർഗീയ ഭവനം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം നമ്മൾ വേദപുസ്തകത്തിൽ പഠിച്ചിട്ടില്ലേ, ദൈവത്തിന് വേണ്ടി വിശ്വസ്തത കാണിക്കുന്നവർക്ക് ആർക്കും വായിക്കാൻ വയ്യാത്ത വണ്ണമുള്ള പേര് വെള്ളക്കല്ലിന്മേൽ എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു. അവിടെയും കല്ലുണ്ട്, പ്രഷ്യസ് മെറ്റൽസ്. ഇതൊന്നും എന്താ കാണിക്കുന്നത്? നിലനിൽക്കുന്നത്. എന്തിനാ കല്ലേൽ എഴുതുന്നത്? അത് തുടച്ചു നീക്കാൻ കാണത്തില്ല. പേപ്പറിൽ എഴുതി അത് കീറിക്കളയാം. കല്ലേൽ എഴുതി അവിടെ തന്നെ ഇരിക്കും. ഹൃദയത്തിൽ എഴുതിയാലും മാറിപ്പോവും. പക്ഷെ കല്ലേൽ എഴുതി ഇപ്പോഴും ഉണ്ട്. 10 കൽപ്പന തുടച്ചു നീക്കാനല്ല, 10 കൽപ്പന പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നതെന്ന് യേശുക്രിസ്തു പറയുന്നു. ഇബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് കയറാം. എന്താണ് സമാധാനത്തിന്? സമാധാനം പറയാത്ത ദൈവം എവിടെ ദൈവം വരുന്നോ ഞാൻ നിങ്ങൾക്ക് സമാധാനം. നിശ്ചയപ്രവാചനകത്ത് ഇവിടെയെല്ലാം പലയിടത്ത് സമാധാനത്തെ ഘോഷിക്കുന്ന കാലുകൾ എത്ര മനോഹരം. വചനം പറയുന്നത് സമാധാനം കൊടുക്കാൻ. അതുകൊണ്ടാണ് സുവാർത്ത ദൂതുമായിട്ട് മലയുടെ മുകളിലേക്ക് കയറി വരുന്ന ഈ കാലുകൾ എത്രയോ വിശിഷ്ടം സമാധാനത്തിൻ്റെ ദൂത് കൊടുക്കുന്നവരായിരിക്കണം. നമ്മൾ ഓരോരുത്തടുത്ത് ചെന്ന് വചനം എടുക്കുമ്പോഴും പ്രോഫസി പറയുമ്പോഴും അവരെ വെപ്രാളപ്പെടുത്തി ഭീതിപ്പെടുത്തുന്ന പലപ്പോഴും പിശാച് പോലെ തന്ത്രം കാണിച്ചു വെക്കും. അവനവൻ്റെ തന്ത്രം കാണും. പക്ഷെ നമ്മളതിനല്ല, നമ്മളതിനെ അഴിച്ചു മാറ്റി വീട് പണിയാനാണ് പോകുന്നത്. ആ ഒരു കർത്തവ്യമാണ് എല്ലാ ശുശ്രൂഷക്കാരും ഏറ്റെടുക്കേണ്ടത്. ദൈവത്തിന് ക്ഷമിക്കാൻ വയ്യാത്ത ഒരു പാപവും ഈ ഭൂമിയിലില്ല. എബ്രായ ലേഖനം 12-ന്റെ ഇതാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ പഠിച്ച വാചനമാണ്. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. കാരണം നമ്മൾ ഒരുത്തരോടും വിദ്വേഷത്തിൻ്റെ വചനം എടുക്കുന്നവർക്ക് പ്രത്യേക ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നമുക്ക് ഒരുത്തരോടും വിദ്വേഷമായിട്ട് മിണ്ടാതിരിക്കാൻ അവകാശമില്ല. പിന്നെ നമ്മൾ ആഗ്രഹിച്ചാൽ അവരിങ്ങോട്ട് മിണ്ടത്തില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പറയാൻ ദിനം പ്രതി ഞങ്ങൾ അവർക്ക് വേണ്ടി ക്ഷമ ചോദിക്കുന്നു, അവർക്ക് വേണ്ടി അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്ക്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ നമ്മൾ കർത്താവിന് കർത്തൃമേശ അല്ലെങ്കിൽ കുർബാന അനുഭവിക്കുമ്പോഴൊക്കെ നമുക്ക് തന്നെത്താനെ എന്നും എടുക്കും. അത് നമ്മളൊരു ദൈവമായിട്ടുള്ള ബന്ധം. പക്ഷെ ചില സന്ദർഭം ദൈവം പറയും വേറൊരാൾക്ക് വേണ്ടി എടുക്കുകയെന്ന്. അവരുടെ പാപം ക്ഷമിക്കുക അല്ല, അവർക്ക് പാപബോധം കൊടുക്കാൻ നമ്മൾ അവർക്ക് വേണ്ടി. അതാണ് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക, മധ്യസ്ഥത നിന്ന് പ്രാർത്ഥിക്കുക, ഇൻ്റർസീഡ് ചെയ്ത് പ്രാർത്ഥിക്കുക. അതിനൊക്കെ വിലയുണ്ട്. കർത്താവ് പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ക്രൂശുമരണത്തിന് മുമ്പ് യേശുക്രിസ്തു പ്രാർത്ഥിച്ചില്ലായിരുന്നു എങ്കിൽ ഈ പറയുന്ന നമ്മളാരും ദൈവത്തെ കാണത്തില്ലായിരുന്നു. അന്ന് അയച്ച വചനം ഇന്നും ജീവനോടെ നടക്കുകയാണ്. നമ്മൾ അയക്കുന്ന വചനം തലമുറയോളം അത് നടക്കുകയാണ്. നമ്മൾ അയക്കേണ്ട വചനം നമ്മൾ അയച്ചില്ലെങ്കിൽ വേറെ ആരയക്കും? അതാണ്. ആര് സുവിശേഷം പറയാതെ ലോകം കേൾക്കും?
അങ്ങനെ ഈ റോമർക്കെഴുതിൽ അങ്ങനെ എട്ടി പറയുന്നുണ്ട്. സുവിശേഷം പറയാതെ എങ്ങനെ ആളുകൾ കേൾക്കും? അത് പറയേണ്ട ചുമതല നമുക്കുണ്ട്. അതുകൊണ്ട് ഏത് തരത്തിൽ പറയുന്നത് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത് ആത്മീയ ഗോളത്തിൽ ചില സെക്ഷൻസാണ്, വേറെ അട്രാക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ചെറുതോ വലുതോ എന്ന് ചിന്തിക്കാൻ നമ്മളെ ഏൽപ്പിച്ച ജോലി വിശ്വസ്തയോട് ചെയ്യുക. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല. നമ്മൾ കർത്താവിനെ കാണേണ്ടവൻ യു ഷുഡ് ബി ക്ലെൻസിങ് യുവേഴ്സ്, ബി ഹോളി അസ് ഐ ആം ഹോളി. ദൈവത്തിന് വിശുദ്ധി നിർബന്ധമാണ്. ദൈവത്തിൻ്റെ വിശുദ്ധി ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ കർത്താവ് പറയുന്നത് ബി ഹോളി അസ് ഐ ആം. അപ്പോൾ ശുദ്ധീകരണത്തോടുകൂടി വേണം ദൈവത്തിൻ്റെ സമാധാനം. ആരും ദൈവകൃപ ഞാൻ വായിക്കുന്നത് എബ്രായ ലേഖനം 12:14 തൊട്ടുള്ള വാക്യമാണ്. വേദപുസ്തകമുള്ളവർക്ക് എടുത്ത് വായിക്കാം. ആരും ദൈവകൃപ വിട്ടു പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. എന്താ പറഞ്ഞത്? ദൈവകൃപ നമ്മൾ വിട്ടുമാറരുത്, കർത്താവിൻ്റെ കൃപയും. അതുകൊണ്ട് കർത്താവ് എബ്രായ ലേഖനം 4:16 പറയുന്നത് let us approach the throne of grace with confidence to receive grace and mercy in time of our need. കരുണ ലഭിപ്പാൻ, തത്സമയത്ത് കരുണ ലഭിപ്പാൻ അവൻ്റെ കൃപാസനത്തിലേക്ക് ധൈര്യസമേതം കടന്നു വരിക, വിളിക്കുക. ആര് കേൾക്കാനാ? കർത്താവ് സങ്കടപ്പെട്ട് കൈയും നീട്ടി വിളിക്കുക. നമ്മൾ വിളിച്ചു പറയാൻ ആളില്ലെങ്കിൽ ആളുകൾ എങ്ങനെ കേൾക്കും? വിളിച്ചു പറയുക. ആരും ദൈവകൃപ വിട്ടു പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും. കയ്പുള്ള വേര് മുളച്ച്, അതായത് കയ്പ് വിതച്ചുകൊണ്ട് അതവിടെ വിത്തിട്ടിട്ട് ദുഷ്ടത പറഞ്ഞിട്ട് ചിലരുണ്ടല്ലോ വേദോസ്തവം വായിക്കും പകുതി സമയം. ഒത്തിരി പേരെ എനിക്ക് അങ്ങനെയുള്ളവരെ അറിയാം, പ്രായമുള്ള സ്ത്രീകളെ കുറിച്ചും. അവർ പകുതി സമയം വേദോസ്തവം വായിക്കും, പകുതി സമയം അവരുടെ വീട്ടുകാരെ തന്നെ ശപിച്ചുകൊണ്ടിരിക്കും. എത്ര പേരെ എന്നെ വിളിക്കുന്നതെന്ന് അത് പറഞ്ഞു. ഈ മനുഷ്യൻ വേദോസ്തവമൊക്കെ വായിക്കും, പക്ഷേ പകുതി സമയം ശാപമാണ്. നന്മയും തിന്മയും ഒരു ബാലൻസ് പോലാണ്. പക്ഷെ നമ്മളത് കോൺഷ്യസ് ആയിട്ട് അത് തീരുമാനിച്ചില്ലെങ്കിൽ അഴുക്കും ഈ വായിക്കൂടെ വരും. അത് അതിൻ്റെ താക്കോല് നമ്മളിലാണ്. ഞാൻ അധമമായത് പറയത്തില്ല, മരിച്ചാലും പറയത്തില്ല. ദൈവം മറ്റുള്ളവരുടെ കുറ്റം ഞാൻ വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒന്ന് തീരുമാനം എടുത്ത് കർത്താവ് അത് ചെയ്തു തരും. അപ്പോഴാണ് അനുഗ്രഹം ഒഴുകുന്നത്. ആരും ദൈവകൃപ വിട്ടു പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി. എന്ത് കലക്കം? ചിലരെ കാണുമ്പോഴേ പേടിയാണ്. കലക്കം ഉണ്ടാക്കുന്നവരെ മുദ്ര എഴുതിയിട്ട് വരും. ചിലരെ അങ്ങനെയുള്ളവരെ എനിക്കറിയാം. അവർ വരുമ്പോഴേ പറയുന്നത് വരുന്നുണ്ട് കലക്കത്തിനെന്ന്. കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും. എന്താ സംഭവിക്കുന്നത്? മലിനത വിളിച്ചു പറയരുത്, അതൊരു പോയിൻ്റാണ്. അവരങ്ങനെ പറയും. നീ കേട്ടോ, അത് നീ വിളിച്ചു പറഞ്ഞ എന്തിനാ? ഇറ്റ് ഹാസ് ഇഫക്റ്റ്. അഴുക്ക് കാര്യങ്ങൾ പ്രസംഗത്തിൽ പറയണ്ട, അതിനൊരു ഇഫക്റ്റ് ഉണ്ട്. നന്മ മാത്രം വിളിച്ചു പറയുക. ബിക്കോസ് എവ്രി വേർഡ് വി സേ ദേ ആർ സീഡ് വിച്ച് ക്യാൻ ക്രിയേറ്റ്, വിച്ച് ഹാസ് ഗോട്ട് ലൈഫ് ഇൻ ഇറ്റ്. നല്ലതിനും അഴുക്കിനും സീഡാണിത്. ഈ സീഡ് ഇടുമ്പോൾ നല്ലത് ഇടണം. നല്ലതിട്ടാൽ നല്ലത് കിളുക്കും. അല്ല, ഞാൻ പരീക്ഷിച്ച് നോക്ക്. ഞാൻ പറയുന്നത് നമ്മളിട്ടത് ഒരുപക്ഷെ നമ്മുടെ ജീവിതകാലത്ത് കിട്ടിയില്ലെങ്കിൽ അടുത്ത തലമുറയിൽ അത് വീഴും. എത്ര കഴിഞ്ഞ തലമുറകളിൽ ദൈവത്തിന് വേണ്ടി എല്ലാം ഇട്ടെറിഞ്ഞ മാതാപിതാക്കളുടെ മക്കൾ ഇന്ന് ഉന്നത പദവിയിലിരിക്കുന്നത് നമ്മൾ കാണുന്നു. എന്നാൽ അന്ന് ഉന്നത പദവി ഇരുന്നവർ ഇന്ന് താഴുന്നത് കാണുന്നു. കാരണം അതിന് കൊടുക്കേണ്ട വില കൊടുക്കുന്നില്ല. പ്രഷ്യസ്, ദേ ആർ പ്രഷ്യസ്. അതുകൊണ്ട് ഈ നാവ് കൊണ്ട് വേണ്ടാത്തത് പറഞ്ഞിട്ട് കലക്കമുണ്ടാക്കി മറ്റുള്ളവരെ കൂടെ മലിനമാക്കരുത്. പിന്നെ ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവ്, നിനക്കൊരു അവകാശമുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ മകളാണെന്നുള്ള അവകാശം റോമർക്കെഴുതിയ ലേഖനം 8:14-15 പറയുന്നു. ഇനി ഭീരുത്വത്തിൻ്റെ ആത്മാവിൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാ. ഈ ആത്മീയ ദാരിദ്ര്യം എന്ന് പറയുമ്പം ആദ്യത്തെ സ്റ്റെപ്പാന്ന് ഞാൻ പറഞ്ഞില്ല. അത് കഴിയുമ്പോൾ നമ്മൾ മക്കളാന്നുള്ള പദവിയിലോട്ട് കയറുകയാണ്. പിന്നെ നമുക്ക് വേറൊരു പദവി കയറണം. അതിനൊരു ഭാഗ്യമുണ്ട്. അതൊരു പദവി ഈ ഭൂമിയിൽ അലങ്കരിക്കേണ്ടതാണ്. എന്നിട്ട് പിന്നെ പറയുന്നത് എന്താ? അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ എന്ത് യേശാവിനെ പോലെ ഒറ്റ ഊണിന് അല്ലെ ഒരു പായസത്തിന് നിൻ്റെ ജ്യേഷ്ഠാവകാശം വിറ്റിട്ട് പിന്നെ യേശാവ് നെഞ്ചിടിച്ച് കരയുന്ന നമ്മൾ ഭാഗം പിന്നെ കാണുന്നുണ്ട്. യേശാവ് കരയാണ്.
ഏശാവിന് ദേഷ്യം വന്നിട്ട് പിന്നെ യാക്കോബിനെ കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. കാരണം അനുഗ്രഹം നഷ്ടപ്പെട്ടത് ഇപ്പോഴല്ല, നേരത്തെ കൊച്ചിലെ അവിടെ പായസം ഉണ്ടാക്കിയപ്പോൾ വിറ്റതാണ്. അപ്പം ചെറിയ കാര്യത്തിൽ കൂടെ വലിയ കാര്യങ്ങളുടെ ഉത്ഭവമോ തുടക്കമോ അവസാനമോ ആക്കാം. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം, ഏശാവ് പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചിട്ട് കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പിന്നെ ഏശാവ് നെഞ്ചുപൊട്ടി കരഞ്ഞിട്ടും അവന് അനുഗ്രഹം കിട്ടിയില്ല, വാഗ്ദത്തം അവന് കിട്ടുന്നില്ല. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന നിശ്ചയമാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നത് എന്നാ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ സമാധാനം ഉണ്ടാക്കാൻ നമ്മൾ പഠിക്കണം. വേദപുസ്തകത്തിൽ ക്രിസ്തു വന്നത് തന്നെ ദൈവമക്കൾക്ക് സമാധാനം. യെശയ്യായിൽ ഇടയോർന്ന് സമാധാനത്തെ പ്രസംഗിക്കുവിൻ. നഹൂമിൽ പറയുന്നു സമാധാനം സുവാർത്ത ദൂതുമായിട്ട് കടന്നു ചെന്ന് മറ്റുള്ളവരെ ദൈവത്തിൻ്റെ ആത്മാവിലേക്ക് ആക്കുക. നമ്മൾ എവിടെ ചെല്ലുന്നു അവിടെ ദൈവ വെളിച്ചമുണ്ടെങ്കിൽ സമാധാനം വരും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമില്ലാതെ ഉഴന്ന് നടക്കുന്ന മനുഷ്യർ, ദൈവരാജ്യം എന്തെന്നോ സ്വർഗരാജ്യം എങ്ങനെ പണിയണമെന്നോ അത് പണിയാൻ യേശു വന്നെന്നും യേശു ദൈവരാജ്യമായിട്ട് ഇവിടെ നിന്നെന്നും ഒന്നും മനസ്സിലാക്കാതെ ഞങ്ങളുടെ തന്നെ രാജ്യങ്ങളുണ്ടാക്കി വെച്ച് പിന്നെ കിടന്നുകൊണ്ട് അലച്ചില ഉണ്ടാക്കിയത് മുഴുവനും ബുദ്ധിഹീനത. പിന്നെ അത് അഴിച്ചു പണിയാൻ പകുതി ജീവിതം പിന്നെ എല്ലാം ശരിയായി വരുമ്പോഴത്തേക്ക് ഈ ലോക ജീവിതം തീരും. ആദ്യകാലം ആയുസിൻ്റെ പകുതിയോളം യുവത്വത്തിൽ സ്വന്തം ബുദ്ധിയിൽ കാണിച്ചു വെച്ചതും കൂട്ടിവെച്ചതുമെല്ലാം പിന്നത്തെ കാലങ്ങളിൽ മരണത്തിന് മുൻപ് അഴിച്ചു പണിത് വീണ്ടും പുതിയൊരു വീട് പണിതിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ എത്ര നേരം എടുക്കുന്ന പിശ. ഇതൊക്കെ ആഴത്തിലറിയാൻ ചെറുപ്രായത്തിലെ ചില കുഞ്ഞുങ്ങൾക്ക് നീ കൃപ കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള കൃപ നമ്മുടെ തലമുറകളിലേക്ക് അയച്ചു കൊടുക്കണമേ. അടുത്ത തലമുറകളിലേക്ക് നീ അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം തലമുറകളുടെ ദൈവമാണ്, വിശ്വസ്തനാണ്. അതുകൊണ്ട് ആ തലമുറകളിലേക്ക് ഈ അനുഗ്രഹം പാസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൂടെ അഭിസനവരുടെ കൈക്ക് പിടിച്ച് നടക്കുന്നതിൽ അവർ സന്തോഷിക്കുന്നവരാകണം. ഈ ലോകത്തിലുള്ള പുറകെ പ്രശംസയുടെ പുറകെ പോയി ഡ്രഗ്സ്, വേണ്ടാത്ത കൂട്ടുകെട്ട്, അതുപോലെ കള്ളു കുടിക്കുന്നത്, മ്ലേച്ഛത, ആവശ്യമില്ലാത്ത മീറ്റിങ്ങുകളെയൊക്കെ അഴിച്ചു പണിത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ട് എവിടെയാണതെന്ന് ചിന്തിച്ചു പോകുക. പക്ഷേ പള്ളിക്ക് പുറത്തോട്ടോ അല്ലെ സഭയ്ക്ക് പുറത്തോട്ടോ പോയാൽ അങ്ങനെ ഒരെണ്ണം ഉണ്ടോ എന്ന് സംശയിക്കുന്നു. ദൈവമേ, നീ നിൻ്റെ കൂടാരത്തിനകത്ത് ഞങ്ങളെ ഒളിപ്പിച്ച് സമാധാനത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. സമാധാനത്തിന് നീ ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾക്ക് ചുറ്റുപാട് സമാധാനം ഉണ്ടാക്കും. ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.